സോണി മാർവൽ ചിത്രമായ ക്രേവൻ ദി ഹണ്ടർ ഐമാക്സിൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസറിൽ കേട്ടോ. പൊതുവേ മാർവൽ സിനിമയാകുമ്പോൾ എൻ ക്രെഡിറ്റോ മിഡ് ക്രെഡിറ്റോ ഉണ്ടോ എന്ന് അറിയാണ്ട് ആരെങ്കിലുമൊക്കെ സ്റ്റേ ബാക്ക് ചെയ്യും. പക്ഷേ ഞങ്ങളുടെ ഷോൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. എൻ ക്രെഡിറ്റ് റോൾ ചെയ്യാൻ തുടങ്ങിയത് എല്ലാവരും വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ മെച്ചം പിന്നെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. സ്റ്റാഫൊന്നും എഴുന്നേപ്പിച്ച ക്രേവൻ ദ ഹണ്ടർ എന്നുള്ള സിനിമ ഐമാക്സിൽ പോയി കണ്ട് നിർവൃതി അണഞ്ഞിരിക്കുകയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ പേര് ക്രേവൻ ദ ഹണ്ടർ എന്നല്ല ഇടേണ്ടത്. ഇത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ട് തവളച്ചേട്ടൻ്റെ അനിയൻ ബാസം. അതിൻ്റെ ടാഗ് ലൈൻ ചൊറി റൈനോയും ടോക്സിക് തന്തയും. ഇങ്ങനെയായിരുന്നു ഈ സിനിമയുടെ പേരിടേണ്ടത്. സോണിയും മാർവലും കൂടി ചേർന്ന് വീണ്ടും ദി നെവർ ഫെയിൽസ് ടു ഡിസപ്പോയിൻ്റ് അസ്. ആ ലെവലാണ്, വേറെ ലെവൽ. ഇതോടെ ഇത് തീർന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ഒരു ശോകം സിനിമ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർവലിൻ്റെ ടീം സോണിയും ചേർന്ന് ഏതോ ആരും കാണാത്ത ഒരു ആർട്ട് ലെവൽ പടം പിടിച്ചേക്കണ പോലെയാണ്. ഇതൊരു സിനിമയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇത് ഒരു ഹൈ ബഡ്ജറ്റ് ഡോക്യുമെൻ്ററി, തീരാത്തൊരു ഡോക്യുമെൻ്ററി. ആ ലെവലൊരു സാധനം. CG ഒന്നും പറയണ്ട. ആ ഫ്ലാഷൊക്കെ CG പോരാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ സിനിമ പോയി ഒന്ന് കാണണം. സൂപ്പറായിരിക്കും. മാഡം വെബ് എന്നുള്ള സിനിമയെ കുറ്റം പറഞ്ഞവർ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. മാഡം വെബൊക്കെ വേറെ ലെവല് പടമായിട്ട് നിങ്ങൾക്ക് തോന്നും. അതാണ് എനിക്ക് പറയാനുള്ളത്. മാഡം വെബ് എന്നുള്ള സിനിമേൻ്റെ യുണീക്നെസ്സും കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത പോലെ ഒരു ഫീലല്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ അതിവിടെ തുറന്നു പറയുന്നതാണ്. ഞാൻ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാഡം വെബിൻ്റെ കേസ് ആയിക്കോട്ടെ, മിക്ക ആൾക്കാർക്കും OTT വന്നപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ കേസായിക്കോട്ടെ, എനിക്ക് ആ സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് തിയേറ്ററിൽ കണ്ടപ്പോൾ. ഞാൻ ആ സിനിമ OTT കണ്ടിട്ടില്ല, തിയേറ്ററിലേ കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ 3 തവണയും വർഷങ്ങൾക്ക് ശേഷം 2 തവണയും കണ്ടിട്ടുണ്ടായിരുന്നു. മാഡം വെബ് 1 തവണ. ഞാൻ കണ്ട തിയേറ്ററേയും കൂടെ ഗുണമെന്നുകൊണ്ട് വനിത സ്ക്രീൻ മല്ല കണ്ടത്. എനിക്ക് അതിനകത്തുള്ള ആക്ഷനൊക്കെ ഉണ്ടല്ലോ ഫാർ 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 ബെറ്റർ ആയിട്ട് തോന്നി. അതിനകത്ത് സ്പൈഡർമാൻ ഇല്ലെങ്കിൽ പോലും സ്പൈഡർമാനെ പോലിരിക്കണ വേറൊരാളെങ്കിലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് സ്പൈഡർമാൻ ഇല്ലാത്ത സ്പൈഡർമാൻ യൂണിവേഴ്സ്. എന്നാൽ എടുത്തു വെച്ചിരിക്കുന്നതോ ബാലേ ലെവലായിട്ടോ. അഭിനയിക്കുന്ന ആൾക്കാരെ കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടന്മാരാണ് അതിനകത്തുള്ളത്. റസൽ ക്രോ, ഗ്ലാഡിയേറ്റർ അഭിനയിച്ചിട്ടുള്ള റസൽ ക്രോ. ഇതിനകത്ത് എന്താണ് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അവസാനമായപ്പോഴേക്കും എനിക്ക് കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാൻ തോന്നി. ആ അവസ്ഥയായിരുന്നു. പിന്നെ ആരൻ ടൈലർ ജോൺസൺ ഓൾറെഡി ക്വിക്ക് സിൽവറായിട്ട് അവഞ്ചേഴ്സിലൊക്കെ അൾട്രോണിലൊക്കെ കിഡുമായിട്ട് അഭിനയിച്ച മച്ചാൻ. ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ള സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആരനെ ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. ഗോഡ്സില റീബൂട്ടിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടൻ. ഇതിനകത്ത് എന്തും ആടെ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വെച്ചേക്കണേ എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്രേവൻ ദ ഹണ്ടർ എന്നുള്ള രീതിയിൽ തന്നെ ആരൻ മിസ്കാസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ക്രേവൻ ആയിട്ട് ജെയ്സൺ മൊമോനെ അല്ലെങ്കിൽ കുറച്ച് നല്ല ബിൽഡായിട്ടുള്ള ഒരാളെ വേണമായിരുന്നു ഇവർ കാസ്റ്റ് ചെയ്യാന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്കതങ്ങനെ തോന്നി. ഇതിനകത്ത് ആൾ നല്ല രീതിയിൽ ബോഡിയുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ക്രേവൻ ദ ഹണ്ടർ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു 6 അടി പൊക്കവും അന്യ സൈസും വിരിവൊക്കെ ആയിട്ടുള്ള നമ്മുടെ മാർക്കോല, നമ്മുടെ വില്ലൻ മച്ചാനില്ലേ, സൈറസിനെ പിടിച്ച് ക്രേവൻ ദ ഹണ്ടറാക്ക് രസമായിരിക്കും. അങ്ങനെ നല്ല ശരീരമുള്ള ഒരാളെ വേണമായിരുന്നു, പൊക്കവും ശരീരമുള്ള ഒരാളെ വേണമായിരുന്നു ക്രേവൻ ദ ഹണ്ടറാക്കാൻ. വേണ്ട, ക്രിസ് ഹെംസ്വർത്തിനെ പിടിച്ചാക്കിക്കോ. അത് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് തോന്നിയാണ്. പക്ഷേ അവരൊന്ന് അഭിനയിക്കുന്നത് നന്നായി. കാരണം ആ ലെവൽ സ്ക്രിപ്റ്റാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നതും. ഡയറക്ടർ ഐ ബെറ്റ് ഹീസ് ക്ലൂലെസ്. പുള്ളിക്ക് ക്രേവൻ ദ ഹണ്ടർ എന്നല്ല സ്പൈഡർ വേഴ്സിനെ പറ്റി ഒരു ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കൂടിപ്പോയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് സോണി മറ്റേ ക്രേവൻ ദ ഹണ്ടറിൻ്റെ ഒരു കോമിക് ബുക്ക് എടുത്തിട്ട് ഫ്രണ്ട് വശം കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് ക്രേവൻ ദ ഹണ്ടർ വെച്ച് ഒരു പടച്ചു വിട്ട ഒരു സാധനം എന്നുള്ള സീന. വേഗം പോരട്ടെ, എന്നിട്ട് വേണം വേഗം തിയേറ്ററിൽ ഇറക്കാന്നുള്ള സെറ്റപ്പിലായിരുന്നു തോന്നുന്നുണ്ട്. എന്തും ആടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള വില്ലന്മാരും ടോട്ടൽ മിസ്കാസ്റ്റ്, ഹൊറിബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമ മുഴുവിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പ്രത്യേക കഴിവ് തന്നെ വേണം. അല്ലെങ്കിൽ എന്നെപ്പോലെ
ഐമാക്സിൽ പോയിരിക്കണം. ഞാൻ അവിടെ ചെന്ന് ഐമാക്സ് തിയേറ്ററിൻ്റെ ആ ദൃശ്യ മനോഹാരിതയും സൗണ്ടും ഒക്കെ എൻജോയ് ചെയ്ത് കിടിലൻ DMR ആണ് ഈ സിനിമയുടെ വന്നേച്ചത്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ കിടിലൻ DCP, അടിപൊളി സൗണ്ടും. ചില സീൻസൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഒരു ബൈസൻ്റെ ഹേർഡ് ഇങ്ങനെ ഓടി വരുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സൗണ്ടായിരുന്നു, വെർത്ത് ഷാറ്ററിങ് സൗണ്ട്. ഇതിനു മുന്നേ മുഫാസ കാണാൻ പോയപ്പോഴേക്കും അതിനകത്ത് ഒരു മല പിളർന്ന് ആ ഒരു പ്രൈഡ് റോക്ക് ആവുന്ന ഒരു സീനുണ്ട്. അപ്പം വന്ന ടൈപ്പ് ഒരു എഫക്റ്റ്. അതിനകത്തൊരു ഫ്ലഡ് വരുന്ന ഒരു ഫ്ലഡ് വരുന്ന സീനുണ്ട്. അതുപോലെയുള്ള ഒരു സാധനം ഇതിനകത്ത് ആ ബൈസനൊക്കെ വന്നപ്പോൾ. പക്ഷേ ബൈസനൊക്കെ കാണാൻ കോമഡിയാണ്. ക്ലെയിലുണ്ടാക്കി വെച്ചേക്കണ CG എന്ന് പറയത്തേ ഇല്ല, എഴുതിയൊന്നും കാണിക്കണ്ട, അല്ലാതെ തന്നെ മനസ്സിലാവും CG എന്ന്. അത്രയും കബൂർ CG ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ അടുത്തൊന്നും മാർവലിലെ ഒരു സിനിമയെ പോലും ഇത്രയും മോശം CG ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും പറയുന്നു, ഫ്ലാഷൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ ഇരുന്ന് കാണാം. ഈ ഐമാക്സിന് വേറെ പ്രത്യേകത ഉണ്ട്. എന്ത് CGI ഡിഫക്ട്സ് ഉണ്ടെങ്കിലും നല്ല വ്യക്തമായിട്ട് വെടിപ്പായിട്ട് കാണാൻ പറ്റും. നല്ല അസൽ ബോറ് CGI എന്ന് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഐമാക്സിൽ കണ്ടുകൊണ്ടാണ്. പക്ഷെ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് എനിക്കൊന്ന് ഓൾറെഡി ഐമാക്സിൻ്റെ ആൾക്കാർ സിനിമ കണ്ടപ്പോൾ ഇത് ഈ പറഞ്ഞ പ്രൈസിനൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരുത്തരും കാണാൻ വരില്ല എന്നുള്ള ബോധ്യം വന്നുകൊണ്ടാണെന്നുകൊണ്ട് 240 രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിലത്തെ റോ 200, കുറച്ച് റോസ് 240, നടുവിലേക്കുള്ളത് 260, മുകളിലേക്കുള്ളത് 250. ഞാൻ 250 സീറ്റ് എടുത്തുകൊണ്ട് ഞാൻ മാറിയിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ ഒരു സീറ്റിലിരുന്നു, 0-യിലിരുന്നു. അതാണ് ഞാൻ ബുക്ക് ചെയ്ത സീറ്റ്. അതിനുശേഷം ആളില്ലാത്തതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. മൊത്തം സിനിമ കാണാൻ വന്ന് എനിക്കൊന്ന് 12 പേരെന്തോ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട്, കഷ്ടിച്ച് 12 പേര് അത്ര എങ്ങാണ്ടോ ഉണ്ടായിരുന്നുള്ളൂ സിനിമ മൊത്തം കാണാൻ വന്നവർ. അതേസമയം ഇന്ന് ഇത് 2 ഷോ ആണ് ഉണ്ടായത്. ബാക്കി 3 ഷോ മുഫാസയാണ് ഉണ്ടായിരുന്നത്. മൊത്തം ഇന്ന് 6 ഷോ എന്തോ ഉണ്ടായിരുന്നു, 5-6 ഷോ. അതിനകത്ത് 2 ഷോ ക്രേവനും ബാക്കി 3-4 ഷോ മുഫാസയ്ക്കും ഒടുക്കത്ത ആളായിരുന്നു. അതാണ് രസം. നാളെ തൊട്ട് ഇവർ ഒരു ഷോ ഇടുന്നുള്ളൂ ഈ പടം. കാരണം ആളില്ല ഒന്ന്, രണ്ടാമത് അവർക്ക് കഴിഞ്ഞാൽ മതിയായി തോന്നിട്ട് അങ്ങനത്തെ അവസ്ഥ. ഇത് ഇത്രയും മോശം ഒരു മാർവൽ സിനിമ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. സത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഇതിനു മുന്നേ മാർവലിലെ പടങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എത്രയോ ഭേദം. ഇത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ, അത്രയും ഫാർ ബെറ്റർ. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചൊന്നും നടക്കണില്ല. സംസാരം തുടങ്ങിയ ഇങ്ങനെ മറ്റേ ഗ്യാപ്പിംഗ് എന്ന് പറഞ്ഞ പോലെയാണ്, തീരൂല. ഇതിനകത്ത് ഒരു അനിയനുണ്ട്, അനിയൻ ചക്കൻ. ഇതിനകത്ത് ബേസിക്കലി ക്രേവൻ, നമ്മുടെ നായകൻ ക്രേവൻ മച്ചാന് ക്രേവിങ്സ് മാത്രമല്ല, ഇങ്ങനെ ആൾക്കാരെ കൊല്ലണമെന്നുള്ള ക്രേവിങ് ഉണ്ട്. അതിൻ്റെ അല്ല, അതുകൂടാതെ ഒടുക്കത്ത അനിയൻ പാസമാണ്. അനിയൻ്റെ പേരെന്താണ്, ധീമ. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ ഓടിക്കൊണ്ടിരിക്കട്ടെ, മറ്റേ ഇപ്പോൾ ഹിറ്റ് ആയിക്കണം മറ്റേ റീൽസിലെ പല്ല ധീമ 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 ധീമ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് അവരെന്തൊക്കെ കാണിക്കും, അതാണ് ആ സിനിമയിൽ ആ പാട്ടിൽ നല്ല രസമാണ്. ഇതിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കാട്ടാൻ കണ്ടപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ മനസ്സിൽ അതാ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ലെവൽ ഐറ്റൊക്കെ ആയിരുന്നു ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്, ചേട്ടനും അച്ഛനും മക്കളൊക്കെ കൂടി. നല്ല രസമായിരുന്നു. പിന്നെ R-rated പടമാണ്, A സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന പടം. എന്നിട്ടും ഇവർ കുറേ വയലൻസ് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒത്തില്ല, ഒരു സാധനം ഒത്തില്ല എന്ന് പറഞ്ഞാൽ മതി. സാധാരണ മാർവലിലൊരു R-rated സിനിമ വരുമെന്ന് പറയുമ്പോഴേക്കും ഡെഡ്പൂളൊക്കെ വേറെ ലെവലിലാണ് വരുന്നത്. ഹൈപ്പിൻ്റെ മുകളിൽ പോകും പലപ്പോഴും. ഇത്രേ ഒരു R-rated എല്ലാം കിട്ടിയിട്ട് ഇവർക്ക് എല്ലാം കിട്ടി. ബഡ്ജറ്റ് R-rated ആക്കാനുള്ള അനുവാദമൊക്കെ, എന്നിട്ട് നശിപ്പിച്ച് നാരണക്കല്ലെടുത്തെന്ന് പറഞ്ഞാൽ മതി. അത്രയും ഹൊറിബിൾ. ഇതിലെ വയലൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ആടെ ചെയ്തു വെച്ചേക്കണേന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പോൾ മാർക്കോലെ വയലൻസൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് കോരിത്തരിച്ചില്ല. ഇത് മറ്റേ എന്ത് പുല്ല് വേണമെങ്കിൽ ചെയ്യും. മറ്റേ ഇടയ്ക്ക് നമുക്ക് കമൻറ്റും ഇല്ല, വൈഫൈ ഉണ്ട് നീ എന്ത് കോപ്പ് വേണമെങ്കിൽ ചെയ്യുന്ന പറയണ പോലെ, ടിക്കറ്റ് എടുത്തു പോയി ഇവിടെ ഇരിപ്പുണ്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ട് എന്നുള്ള സീനിലാണ് എനിക്ക് തോന്നിയത്. വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറും കോമഡി ആയിരുന്നു. എനിക്ക് ഫുള്ളൊരു മലങ്കൾട്ട് കാണുന്ന അവസ്ഥയായിരുന്നു. എൻജോയ് ചെയ്യാനും പറ്റണില്ല അങ്ങനത്തെ അവസ്ഥ. ഞാൻ ആകെ എൻജോയ് ചെയ്ത ആ വിഷ്വലും ആ സൗണ്ടും ഒക്കെയാണ്. സൗണ്ടൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഐമാക്സിൽ കണ്ടോണ്ട്. ഇത് വേറെ ഏതെങ്കിലും ഒരു തിയേറ്ററൊക്കെ ഉണ്ടാവില്ല, വെറുത്തു പോയാനെ. എഴുന്നേറ്റ് പോകാൻ പലപ്പോഴും തോന്നിപ്പോവും. 2 മണിക്കൂർ 4 മിനിറ്റ് കണ്ടുള്ളൂ. പക്ഷേ ഉണ്ടല്ല, വെരി ഹാർഡ് ടു കംപ്ലീറ്റ് ദിസ് മൂവി. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഇതിനകത്തുള്ള
നായകനെ തവള എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബെയർ ഫുട്ട് തവള. ഭൂരിഭാഗം സമയത്തും പുള്ളിക്ക് കാലിൽ ബൂട്ട്സോ ഷൂസൊന്നുമില്ല, ബെയർ ഫുട്ടായിരിക്കും. ഒരു വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെ ഓടുകയാണ് കിടന്നിട്ട്. അത് ഓടണം കണ്ടു കഴിഞ്ഞാൽ തവള തോറ്റു പോകും. ചാട്ടമൊക്കെ കാണണം. മറ്റേ എനിക്ക് അതിനകത്ത് സീരിയസ് കാണിക്കുമ്പോൾ എനിക്ക് ചിരി വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള 10 കൊല്ലം 20 കൊല്ലം മുന്നേ ഉള്ള സിനിമയിൽ ഇതിന് നന്നായിട്ട് ചാടന കാണിച്ചിട്ടുണ്ടാവും. എക്സ്മെൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ഫസ്റ്റ് എക്സ്മെൻ അത് എത്ര വർഷം മുന്നേ ഇറങ്ങിയാന്ന് പറയാം, 2000 കണ്ടു ഇറങ്ങിയ പടമാണ്. അതിൽ ഇതിന് നന്നായിട്ട് ചാടുന്നുണ്ട്. അതിനകത്ത് സേബർ ടൂത്തായിട്ട് അഭിനയിച്ച മച്ചാനൊക്കെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ക്രേവനാക്കായിരുന്നു. പുള്ളി ഡെഡ്പൂൾ ആൻഡ് വോൾവറീനിൽ റീഅപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് വാടേ ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇതെനിക്ക് ഉറപ്പാണ്. ഈ സിനിമ OTT വന്നു കഴിയുമ്പോണ്ടല്ല നമ്മുടെ ഫിലിമി ഷെയ്ക്കും റീലോഡ്രോസും എല്ലാവരും ആർമാതി എടുത്തിട്ട് കൊടുക്കും ഈ പടത്തിന്. അതിനുള്ള ഭാഗ്യമുണ്ട്. നിങ്ങൾ മാഡം വെബാണ് മോശം പടം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചവരൊക്കെ എല്ലാവർക്കും തെറ്റി. ഈ പടം കണ്ടു നോക്ക്. ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് വില്ലൻ റൈനോ എന്നുള്ള ഒരു കിടിലം വില്ലനാണ് ശരിക്കും. അത് പോൾ ഗിമാറ്റി എന്നുള്ള നടൻ അമേസിങ് സ്പൈഡർമാൻ 2ൻ്റെ അവസാനമുണ്ടല്ല, വെറും 30 സെക്കൻഡിൽ വേറെ ലെവൽ ഇമ്പാക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയുമ്പോൾ സങ്കടമുണ്ട്. ജുറാസിക് പാർക്ക് 3 ഒരു കിടിലൻ ക്യാരക്ടർ, ബില്ലി എന്നുള്ളൊരു കിടിലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു നടനാണ് ഇതിനകത്ത് ഈ റൈനോടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ മച്ചാൻ ഫേസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള നിക്കോളാസ് കേജിൻ്റെയും ജോൺ ട്രവോൾട്ടയുടെ ഒരു പടമുണ്ട്, അതിനകത്തൊക്കെ ഉള്ള ആളാണ്. ഇതിൽ എന്ത് വെറുപ്പീരായിരുന്നു അറിയാമോ. മുഖം കണ്ടിട്ട് ഞാനിങ്ങനെ ഈ മച്ചാനല്ലേ നമ്മൾ ബില്ലിയായിട്ട് അഭിനയിച്ച ആളല്ലേ, സാം നീലിൻ്റെ ജുറാസിക് പാർക്ക് 3 മറ്റേ നീണ്ട മൂക്കുള്ള മുതല പോലെ ഇരിക്കണ ഡൈനോസറുള്ള പടമില്ലേ ജുറാസിക് പാർക്ക് 3 പ്ലെയിൻ മറ്റേ ഉടയ്ക്കണ, അതിനകത്തൊരു ഒരു അടിപൊളി ക്യാരക്ടറുണ്ട് ബില്ലി എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര കിട്ടില്ല, ഒരു വേറെ ലെവൽ സീനാണ് മച്ചാൻ അതിനകത്തുള്ളത്. ഞാൻ എന്താണെന്ന് പറയണത്, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജുറാസിക് പാർക്ക് 3 കണ്ടോ. അതിനകത്തൊരു കിടില സീനുണ്ട്. ഒരു ഡോം പോലെ ഇരിക്കണ ഒരു വലിയൊരു ഡൈനോസറിൻ്റെ കേജിൻ്റെ അവിടെ വെച്ചിട്ട് ഈ ബില്ലിയുടെ ഒരു സാധനമുണ്ട്, വേറൊരു റേഞ്ച് ആയിട്ട് വരുന്നത്. ആ ഫുൾ സിനിമയിലെ ബെസ്റ്റ് സീനാണെന്ന് ഞാൻ പറയും. അതൊക്കെ ചെയ്തിട്ടുള്ള ബില്ലി എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള നടനെ കൊണ്ട് ഇതിനകത്ത് എന്ത് അപരാധമാണ് ഈ ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. റൈനോ എന്ന് പറഞ്ഞ് കാണിക്കുന്ന റൈനോയുടെ ഗ്രാഫിക്സ് കാണണം. ഏതോ മറ്റേ ചെമ്മീൻ കഴിച്ചിട്ട് എന്തോ അലർജി വന്നിട്ട് മറ്റേ ചൊറി പിടിച്ച പോലത്തെ ഒരു സാധനം റൈനോ എന്നും പറഞ്ഞ് കാണിക്കണം. റൈനോയുടെ കൊമ്പക്കാണ്ട ചിരിച്ച് മരിക്കും. ആ LKG UKG ഇതിനും നല്ല മറ്റേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിള്ളേർ മേക്കപ്പ് ചെയ്തുകൊണ്ട് വരും ഇപ്പം. അങ്ങനത്തെ ഒരു അപരാധമാണ് കണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് അത്രയും ഹൊറിബിൾ പടമായിരുന്നു. എന്നോട് ചോദിച്ചാൽ ഇത് ഗോസ്റ്റ് റൈഡർ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് ഇല്ലേ, അതിനും താഴെ ഞാൻ റേറ്റ് ചെയ്യും. ഞാൻ ഇതുവരെ കണ്ട മാർവൽ സിനിമയിൽ ഏറ്റവും വേസ്റ്റ് എന്ന് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്ന പടമാണ് ഗോസ്റ്റ് റൈഡർ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ്. അതിനും താഴെ എനിക്കിതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ പടം ഒന്നും കണ്ടിട്ടില്ല. ഗോസ്റ്റ് റൈഡർ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ്, ഗോസ്റ്റ് റൈഡർ 2 വരെ ഫാർ ബെറ്റർ ആയിട്ടായിരുന്നേ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ ആലോചിക്കണേ, വാട്ട് എ വേസ്റ്റ് ഓഫ് കാലിബർ മണി. എന്ത് പൊട്ടൻഷ്യലുള്ള നടന്മാരാണ്. ആരൺ ടൈലർ ജോൺസൺ ആയിക്കോട്ടെ, റാസൽ ക്രോ ആയിക്കോട്ടെ, അദ്ദേഹത്തെയൊക്കെ കൊണ്ടുവന്നിട്ട് അപമാനിച്ചിരിക്കുകയാണ്. വളരെ പത്തറ്റിക് എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഈ സിനിമയെ പറ്റി. എനിക്കങ്ങനെയാണ് ഫീൽ ആയത്. എനിക്കൊരു കാട്ടവരാതം കണ്ട അവസ്ഥയായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ മേമ്പെട്ട പാട്. ഇനിയുണ്ട് ഞാൻ പറയാനുള്ള, എനിക്ക് മടുത്തടേ. എനിക്ക് 2 മണിക്കൂറൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ ഒന്ന് തീരെ ആ സീനിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അത്രയും അതും ഈ ജാനുവരി 2 തന്നെ പോയിട്ട് ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞില്ല. ഇതിലും വലിയൊരു സങ്കടം എനിക്കില്ല. ഞാൻ ഈ വേറെ സിനിമ വേണ്ടാന്ന് വെച്ചിട്ടാണ് കാണാൻ പോയത്. അത് നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചാ സുദീപയുടെ ഒരു പുതിയ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മാക്സ് എന്ന് പറഞ്ഞു, അത് കാണാൻ പോയാൽ മതിയായിരുന്നു തോന്നിപ്പോയി. ഇത് ഐമാക്സിൻ്റെ ടിക്കറ്റ് പ്രൈസ് ഉണ്ട് ആകർഷിതനായിട്ട് ഞാൻ ഓടിയതാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറയാം, ഐമാക്സ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പക്ഷേ ഐ ചോസ് ദ റോങ് മൂവി. 250 രൂപ അല്ലെങ്കിൽ 250 രൂപക്ക് കിഡു വാല്യൂ ഫോർ മണിയാണ് ഐമാക്സ്. ഒന്നും പറയാനില്ല. കൂഡോസ് ടു ദ
സിനിപോളിസ് ടീം. പക്ഷേ കണ്ടത് ഈ കാട്ടവരാതോ, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ പറയാനുള്ളൂ. അത്രയും ദുരന്തം. അപ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദുരന്തം ഇങ്ങോട്ട് തന്നെ. ഇനി അങ്ങോട്ടേക്കുള്ള പടങ്ങളൊക്കെ നന്നാവട്ടെ. രാവിലെ ഒരു നല്ല സിനിമ കണ്ടിട്ട് രാത്രി ഈ പടം കണ്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതി. ഇത് കൂടാണ്ട് അവിടുത്തെ ആ ലിഫ്റ്റ് എന്തോരം സമയം എടുത്തെന്ന് പറയാം മോളിൽ നിന്ന് അടി വരെ വരാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ലുലു മാക്സിൻ്റെ ഷോയിന് എത്താമായിരുന്നു. പക്ഷേ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ പോയി കാണാൻ പറ്റുള്ളൂ. വേറെ കുറച്ച് തിയേറ്ററൊക്കെയുള്ള മഹാ അൽക്കുലത്ത് തിയേറ്ററാണ്. അവിടെ ഒന്നും പോകാൻ എനിക്ക് താല്പര്യം ഇല്ല. വനിതയിൽ മാക്സിൻ്റെ ഷോ ഇല്ല, ഫോറം മോളിൽ മാക്സിൻ്റെ ഷോ ഇല്ല, ലുലുവിൽ മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോൾ ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ ലുലു ഓഡി 2-ലുള്ള ഷോ ആണ്. അതാണ് ഈ രാത്രി മാത്രമേ ഉള്ളൂ. എന്തായാലും അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ രാവിലെ തന്നെ സോണിക് ഹെഡ്ജ്ഹോഗ് 3 കാണുന്നുണ്ട്. സന്തോഷം തോന്നും, എനിക്ക് ഉറപ്പാണ്. കാരണം ഓൾറെഡി പടം പുറത്തേക്ക് ഇറങ്ങി വൻ ഹിറ്റായി നിൽക്കുകയാണ്. കിയാനു റീവ്സും ജിം ക്യാരിയും എൻ്റെ ഫേവററ്റ് 2 നടന്മാരാണ്. ആർമാദിച്ചിട്ടുണ്ടെന്നാണ് കേട്ടേക്കണത്. ഇതുവരെ ഇറങ്ങിയ ബെസ്റ്റ് സോണിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്. ചില ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും. ഞാൻ പൊതുവേ മാക്സിമം അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇത് കണ്ടുപോയി. ഒരൊറ്റൊരു സാധനം റോട്ടൻ ടൊമാറ്റോ റേറ്റിംഗ് കണ്ടപ്പോൾ തന്നെ അതിൽ പെട്ടുപോയി. അതാണ് ഒന്നാമത് ഇത് അറിയാണ്ട് കണ്ണ് പെട്ടുപോയി. അപ്പോൾ ഓൾറെഡി നല്ലതെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ഒരു സമ്മാനമുണ്ട്. ഈ കാട്ടപരാധം ഈ രാത്രി എനിക്ക് ഉറങ്ങി അങ്ങോട്ട് തീർക്കാമല്ല. നാളെ രാവിലെ പോയി കാണാമല്ലോ സോണിക്ക്. അപ്പോൾ എന്തായാലും സോണിക്ക് പോയി കാണട്ടെ. പറ്റിയാൽ ചിലപ്പോൾ ഞാൻ 4DXൽ തന്നെ കാണും. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ നാളെ വരും. ഹൊറിബിൾ ഡേ. ഈ പടം വൻ ഹൊറിബിളായിരുന്നു. ഐ വിൽ നെവർ റെക്കമെൻഡ് ദിസ് മൂവി ടു എനിബഡി. ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എന്നാലും എനിക്ക് പറ്റണല്ലോ ഈ പടം റെക്കമെൻഡ് ചെയ്യാൻ. ഇല്ല, ഐ വോണ്ട് റെക്കമെൻഡ് ദിസ് മൂവി. വേറെ ഏതെങ്കിലും നല്ല സിനിമ വരുമ്പോൾ 250 രൂപയ്ക്ക് ഓഫർ കിട്ടുകയാണെങ്കിൽ പോയി കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അല്ല എന്തായാലും ഇത് കുഴപ്പമില്ല, അവരാതൊന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതിന് തലവെച്ച് കൊടുക്കാന്നുള്ള മൈൻഡിൽ പോകാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. അപ്പോൾ അങ്ങനെയും ചിലവരുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയില്ലേ മാഡം വെബ് മിക്കവർക്കും വർക്കാവാത്ത പടം, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് എടുത്താൽ മതി. നിങ്ങൾ സിനിമ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. എന്തായാലും എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടിരിക്കാൻ. എന്നോട് ചോദിച്ചാൽ വേസ്റ്റ് മാർവൽ മൂവി എവർ മെയ്ഡെന്ന് ഞാൻ പറയൂ കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് മാർവൽ മൂവിയാണ് എന്തായാലും, അങ്ങനെ ഞാൻ പറയുള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ DCP പരിപാടികളൊക്കെ ആയിരുന്നു. സാമ്പിൾസ് ഞാൻ ഇട്ടേക്കാട് ഗൂഗിൾ ഡ്രൈവിൽ എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഇരുന്നത് 2 സീറ്റുകളിലായിട്ടാണ്. ആദ്യം G13 അങ്ങനത്തെ ഒരു സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷേ ഞാൻ നേരെ ഫ്രണ്ടിലുള്ള F7 എൻ്റെ ഫേവററ്റ് സീറ്റാണത്. സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസറില. അപ്പോൾ അവിടെ ചെന്നിരുന്നു ഞാൻ സെക്കൻഡ് ഹാഫ്. അവിടെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയേട്ടാ. അപ്പോൾ ശരി, ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇപ്പോൾ രാത്രി 2:30 എങ്ങാണ്ടും ആയിട്ടാ. അപ്പോൾ ശരി, നാളെ വേറെ വീഡിയോ ഇട്ട് കാണാം. ബൈ.